ബോളിവുഡിന്ന് ഒരു റോം കോം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഇടയ്ക്ക് ദാം ധൂം പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രതീക് ഗാന്ധി, ഹർഷത് മെഹ്തയായിട്ട് അഭിനയിച്ച ആക്ടർ, പിന്നെ നമ്മുടെ യാമി ഗൗതമൊക്കെ അഭിനയിച്ച പടം. അത് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു പടമാണ്. മേരെ ഹസ്ബൻഡ് കി ബീവി. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇതില് ആരാണ് അഭിനയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ മനുഷ്യന് ഇത് കാണാൻ പോകില്ല. കാരണം അത്രയും സകല കലാ വല്ലഭന്മാരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഇതിന്റെ പ്ലോട്ട് പറയാം. നമ്മുടെ നായകന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഭാര്യ തട്ടിപ്പോയി എന്നല്ല. കറന്റ് ആൾ ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ ആൾ ആ ഒരു ട്രോമയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആളുടെ അച്ഛനൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. സോ പറയാണ്, നീ ഋഷികേശിൽ പോയിട്ട് എന്റെ ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നു. അവിടെ പോകുമ്പോ ആള് വന്നിട്ട് ആളുടെ കോളേജ് മേറ്റും അതേപോലെ തന്നെ മുൻ കാമുകി പറഞ്ഞാൽ ആൾക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു, കണ്ടുമുട്ടുകയാണ്. പിന്നെ അവര് വന്നിട്ട് ഇഷ്ടത്തിലാവുകയാണ്. ആ സമയത്ത് തന്നെ ഇടുത്തി പോലെ ഇങ്ങനെ എക്സ് വൈഫിന് വന്നിട്ട് ഒരു മെമ്മറി ലോസ് ഉണ്ടാവും, ആക്സിഡന്റ് ഉണ്ടായിട്ട്. അപ്പൊ ഓർമ്മയുള്ളത് എവിടം വരെയാണെന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ഇഷ്ടത്തിലാവണ ആ ഒരു കാലഘട്ടം മാത്രമേ കൊച്ചിന് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഇവരുടെ ലൈഫിലോട്ട് ആ കൊച്ചു വരുന്നു. പിന്നെ ഉണ്ടാവണ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അർജുൻ കപൂർ, ഭൂമി പട്നേക്കർ, റാകുൽ പ്രീത് സിംഗ് ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ ഈ മൂന്ന് സകല കലാ വല്ലഭന്മാരായോണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ മനുഷ്യൻ ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോണില്ല. സോ യൂഷ്വലി പല ടൈപ്പ് ഓഫ് ലവ് ഞാൻ കണ്ടിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് വരെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നായകൻ വാള് വെക്കുന്ന കണ്ടിട്ട് ഇഷ്ടം തോന്നുന്നൊക്കെ കാണുന്നത്. സോ രാകുൽ പ്രീത് എങ്ങനെയാണ് വെച്ചാ, ഒരു നായകൻ ഡിവോഴ്സ്ഡ് ആണ് വെച്ചാൽ ആളുടെ കാമുകിയായിട്ട് ഒരുവിധ എല്ലാ പടത്തിലും കാണാവുന്ന ഒരു ആക്ടറാണ് രാകുൽ പ്രീത്. ഈ ഇടയ്ക്ക് അജയ് ദേവ്ഗണും അതേപോലെ തബുവും കൂടിയുള്ള ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും ഇതേപോലെ തന്നെ ആ കൊച്ചിന് സെക്കൻഡ് ഹാൻഡ് വണ്ടിയോടാണ് താല്പര്യം തോന്നുന്നു. സോ അർജുൻ കപൂർ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടാ. ചില സമയത്ത് AC-യുടെ വേവ് പോലെ തോന്നാം. ഒരു സമയത്ത് പീക്ക് മുകളിലോട്ടായിരിക്കും, ഒരു സമയത്ത് പീക്ക് താഴത്തോട്ടായിരിക്കും. സ്റ്റിൽ ഡേ ബൈ ഡേ ആൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സിംഗം എഗെയിൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അർജുൻ കപൂർ മാത്രമേ നന്നായി ചെയ്തിട്ടുള്ളൂ. രാജ്കുമാർ റാവു ഒക്കെയാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്ത് വെച്ചാൽ പെട്ട പടം കൊണ്ടാണ്. കാരണം അത്യാവശ്യം നല്ലൊരു പ്ലോട്ടാണ്, കോമഡിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഈ രാഹുൽ പ്രീത് കുറച്ച് ഓവറായിരുന്നു. ഭൂമി പട്നേക്കറിനെ അഭിനയിക്കാൻ ഒന്നുമില്ല. സ്റ്റിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ചെറുക്കൻ പെർഫോം ചെയ്ത് കാണും. എത്ര നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്തെന്ന് അറിയോ? ആ ചെറുക്കനെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കിടിലനായിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലീശയാണ്. നമ്മളൊരു മില്യൺ ടൈംസ് ഇതുപോലത്തെ സിനിമ കണ്ടിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. എനിക്കൊരു വൺ ടൈം വാച്ച് അല്ലെങ്കിൽ ഒരു ആവറേജ് വാച്ച് ഒക്കെ ആയിട്ടാണ് തോന്നിയത്. അത്ര ബോറ് പടം എന്നൊന്നും പറയാൻ പറ്റില്ല, സ്റ്റിൽ പീക്ക് പടം എന്നും പറയാൻ പറ്റില്ല. ഹോട്ട്സ്റ്റാറിൽ ഹിന്ദി ഭാഷയിൽ മാത്രം അവൈലബിൾ ആണ്. ട്രൈ